പറഞ്ഞു തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ രസം തോന്നിയ ഒരു കാര്യം, ഇപ്പം പൊൻകുന്നം വർക്കി, വൈക്കം മുഹമ്മദ് ബഷീർ, ഇവരെയൊക്കെ നമ്മൾ ഒരുപാട് ഈ വർഷങ്ങളിലായിട്ട് കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ലൈബ്രറി കൗൺസിലാണ്. ലൈബ്രറി കൗൺസിൽ ഇങ്ങനെ ഒരു പക്ഷം ആചരിക്കുന്നു എന്നുള്ളപ്പോൾ തന്നെ എല്ലാ നാട്ടുംപുറങ്ങളിലും ഇപ്പം ബഷീറിനെ പറ്റിയും പൊൻകുന്നം വർക്കിയെ പറ്റി ഉറപ്പായിട്ടും പറയണം, നിർബന്ധമായിട്ടും പറയണം. അതുകൊണ്ട് എല്ലാവരും തന്നെ ഇവരെ പറ്റി കേൾക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരു അബദ്ധം, പലപ്പോഴും ഞാൻ സംസാരിക്കാൻ പോകുമ്പോൾ എനിക്ക് ഉണ്ടാവാറുള്ള ഒരു അബദ്ധമാണ്, ബഷീറിനെ നമുക്ക് വലിയ ഇഷ്ടമായതുകൊണ്ട് പൊൻകുന്നം വർക്കിയെ പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഇത്തവണ ഞാൻ പൊൻകുന്നം വർക്കിയെ പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം വരണ്ടെന്ന് വെച്ചാൽ. അപ്പം ആരെങ്കിലും ഇടയ്ക്കൊന്നും കൂടുന്നുണ്ട്, വയസ്സ് കൂടി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കണം കേട്ടോ. കുട്ടികൾ, ഇവിടെ ഇരിക്കുന്ന കുട്ടികളൊന്ന് ഓർമ്മിപ്പിക്കണം. കുറേ നേരമായല്ലോ ബഷീറിനെ പറ്റി പറയണം, അല്ലെങ്കിൽ കുറേ നേരമായല്ലോ പൊൻകുന്നം വർക്കിയെ പറ്റി മാത്രം പറയുന്നു എന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. ഈ മുമ്പിലിരിക്കുന്ന ആള് റെഡിയല്ലേ? അപ്പോൾ പൊൻകുന്നം വർക്കി എന്നുള്ള പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കൃതി ഏതാണ്? ഇല്ലേ? അയ്യോ, സുമചേച്ചിക്ക് ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കൃതി ഏതാണ്? ഒരു പല്ലിയുടെ ശബ്ദം എന്നുള്ളത് മലയാള സാഹിത്യത്തെ ആകെ മൊത്തം ചർച്ച ചെയ്യിപ്പിച്ച, സാഹിത്യത്തെ മാത്രമല്ല സമൂഹത്തെയും ഒക്കെ ചോദ്യം ചെയ്ത ഒരു പല്ലിയുടെ ചെലയുണ്ടായിരുന്നു. ആ പല്ലി എന്താണ് ചെലച്ചതെന്ന് ഒരുപാട് പേര് അന്വേഷിച്ചു പോയ ഒരു കഥയാണ്. ആ കഥയിലല്ല ഞാൻ തുടങ്ങുന്നത്, പക്ഷെ ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയിട്ട് പോവാം. ഏതാണ് ആ പല്ലിയുടെ ചിലപ്പ്? ലിപിയിലേക്ക് എഴുതാൻ പറ്റാത്തൊരു ശബ്ദം എന്നെ ഇങ്ങനെ കേൾപ്പിക്കുന്നുണ്ട് മുൻവശത്തിരിക്കുന്ന. ഇതാണ് പല്ലിയുടെ ചിലപ്പ്. അപ്പൊ ഈ പല്ലി ചെലച്ച ഒരു സമയമുണ്ടായത് ശബ്ദിക്കുന്ന കലപ്പ എന്നുള്ള, ചേച്ചിമാരുടെയൊക്കെ ചുണ്ടനങ്ങുന്നുണ്ടായിരുന്നു, ഉറക്കെ ശബ്ദം കേട്ടില്ല ഇങ്ങോട്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ശബ്ദിക്കുന്ന കലപ്പ എന്ന കഥ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാനൊരു ചേഞ്ചിന് ചാത്തൻ്റെ മകൾ എന്ന കഥ പറഞ്ഞിട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. ശബ്ദിക്കുന്ന കലപ്പയിലേക്ക് നമുക്ക് വളരെ പയ്യെ വരാം. ചാത്തൻ്റെ മകൾ എന്ന കഥയെ പറ്റി പറയുമ്പോൾ ചാത്തനെ പറ്റി നോട്ടുണ്ടല്ലോ, അപ്പൊ അതും കൂടെ എടുക്കാന്ന് വിചാരിച്ചു. ചാത്തനെ പറ്റി പൊൻകുന്നം വർക്കി പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഭഗവാൻ ചീതയെ തേരെ കേറ്റുമ്പോൾ ഞാൻ എൻ്റെ ചിരുതയെ തേരെ കേറ്റും, ഞാൻ എൻ്റെ ചിരുതയെ ചേരെ കേറ്റും. ഭഗവാൻ ചീതയെ തേരെ കേറ്റുമ്പോൾ ഞാൻ എൻ്റെ ചിരുതയെ ചേരെ കേറ്റും. ഭഗവാൻ പാമ്പിൻ്റെ പല്ലടർത്തിയിടുമ്പോൾ ഞാൻ എൻ്റെ ചേമ്പിൻ്റെ വിത്തടർത്തിയിടും എന്നുള്ളത്. അപ്പോൾ തമ്പുരാൻ സീതയെ തേരിലാണ് കയറ്റുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരൻ തേരിലാണ് കയറ്റുന്നതെങ്കിൽ ഞാൻ ചേരയിലാണ് എൻ്റെ ചിരുതയെ കയറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ചാത്തൻ്റെ മകൾ എന്നുള്ള കഥ. ആ കഥയ്ക്ക് അകത്ത് വരുന്ന രൂപകങ്ങളൊക്കെ വള്ളം ഇഴഞ്ഞു തുടങ്ങുന്ന കിക്കിളി ഇളകുന്ന പുഴ എന്നുള്ള വിശേഷണങ്ങൾ, ആ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പൊൻകുന്നം വർക്കി ചാത്തനെ പറ്റി നമുക്ക് പറയുകയാണ്. ചാത്തൻ എവിടെയാണ് ഇല്ലാത്തത്? ചാത്തനെ പോലെ ഒരാൾ എവിടെയാണ് ഇല്ലാത്തത്? എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്, പക്ഷെ ഒരിടത്ത് ചാത്തനില്ല. ചാത്തനില്ലാത്ത ഇടമാണ് ചരിത്രം. ചാത്തനെ ചരിത്രത്തിൽ കാണില്ലല്ലോ എന്ന് പൊൻകുന്നം വർക്കി വിഷമിക്കുകയാണ്. ചാത്തനെ കണ്ടുപിടിക്കാനായിട്ട് ചരിത്രത്തിൽ കയറി തപ്പിയാൽ കിട്ടില്ലല്ലോ. അവസര സമത്വവും പ്രായപൂർത്തി വോട്ടവകാശവും ഒക്കെ തീരുമാനിക്കപ്പെട്ട കാലത്ത് ചാത്തൻ ഇങ്ങനെ വളരെ മൗനിയായിട്ട് നടക്കും. ആരെങ്കിലും വർത്തമാനം പറയണമെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കണം. ചാത്തനോട് ഏതെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ചാത്തൻ വർത്തമാനം പറയും. ചിലർ ചാത്തനോട് ചോദ്യം ചോദിക്കുന്നത് തന്നെ തറുതല കേൾക്കാനാണ്. അപ്പൊ ഈ തറുതല കേൾക്കാൻ വേണ്ടി ചാത്തനോട് വർത്തമാനം പറയുന്ന ആളുകൾ. അപ്പം ഒരു വീട്ടിലെ വലിയ ആഡംബരത്തോടെ വളരുന്ന ഒരാള് തലയിൽ ചുമടൊക്കെ ഏറ്റി ചാത്തനെ കൊണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ്. അപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന സമയം ഇയാളെ എടുത്ത് വളർത്തിയതും ഒക്കെ ചാത്തൻ. അവസാനം എത്തുമ്പോഴത്തേക്കും ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ചാത്തനോട് എത്ര പൈസ തരണം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചാത്തൻ പറഞ്ഞു, ആദ്യം നിന്നെ ചുമന്ന് നടന്നതിന്റെ കൂലി ആദ്യം താ, എന്നിട്ട് ബാക്കി തന്നാ മതി എന്ന് പറഞ്ഞ് ചാത്തൻ നടന്നു പോവുക. അപ്പോൾ പൊൻകുന്നം വർക്കി തന്നെ പറയുന്നുണ്ട്, ചാത്തൻ ആ പൈസ കിട്ടിയ പല കാര്യങ്ങളുണ്ട്, മുന്നോട്ട് നീക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്, എന്നിട്ടും ആ കുട്ടിയോടുള്ള സ്നേഹം, തമ്പുരാന്റെ മകളോടുള്ള സ്നേഹം എന്ന് പറയും. അപ്പൊ തമ്പുരാന്റെ മകളെ മാത്രം പറയുന്ന കഥയിൽ പെട്ടെന്ന് ചാത്തന്റെ മകൾ കയറി വരികയാണ്. അപ്പം അയ്യോ, എനിക്കുണ്ടൊരു മകൾ, അവൾക്ക് വിവാഹപ്രായത്തിൽ. പൊൻകുന്നം വർക്കി എപ്പോഴും വായിക്കുമ്പോൾ
എല്ലായ്പ്പോഴും എനിക്ക് തോന്നുന്നു ശബ്ദിക്കുന്ന കലപ്പ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ശബ്ദിക്കുന്ന കലപ്പയ്ക്കകത്തും ഈ കല്യാണ പ്രായം എത്തിയിട്ട് വിവാഹം കഴിപ്പിക്കാൻ പറ്റാത്ത ഒരു കർഷകൻ എന്നുള്ള ഒരു ബിംബം എന്തായാലും ഉണ്ട്. അതുണ്ടാവാനുള്ള കാരണം അക്കാലത്ത് ഒരുപക്ഷെ അക്കാലത്ത് സമ്പത്ത് എന്നുള്ളത് മാത്രമാണ് വിവാഹം എന്നുള്ളതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷ ആയിട്ടുള്ള ഒരു സമനില അളക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ചാത്തൻ തന്നെ ഇതിനകത്ത് ചിന്തിക്കുന്നുണ്ട്. പയ്യന്മാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് സമ്പത്തില്ലാഞ്ഞിട്ടാണെന്നാണ് ചാത്തൻ ആലോചിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ കുഞ്ഞമ്മ എന്നുള്ള ചാത്തന്റെ മകൾ കറമ്പിയുടെ കൂട്ടുകാരിയുണ്ട്. അപ്പൊ ഈ കുഞ്ഞമ്മയെ വിവാഹം കഴിപ്പിച്ച് വിടുകയാണ്. അപ്പോൾ വലിയൊരു കേമനായിട്ടുള്ള പരിഷ്കാരിയായിട്ടുള്ള ആള് വിവാഹം കഴിച്ചിട്ട് വരും. അപ്പം കുഞ്ഞമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി ചാത്തന്റെ മകള് ഒരു പ്രത്യേക സമ്മാനം ചാത്തന്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. അപ്പൊ ചാത്തൻ എന്നുള്ള കഥാപാത്രത്തെ നമുക്ക് അവതരിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് ചാത്തന്റെ മകളുടെ കൂട്ടുകാരിക്ക് കൊടുക്കാനുള്ള. അപ്പൊ തമ്പുരാന്റെ വീട്ടിൽ എന്തായാലും ചാത്തനെ തള്ളി വിടില്ല എന്നാണ് ചാത്തന്റെ വിശ്വാസം. അങ്ങനെ വിചാരിച്ചിട്ട് ചാത്തൻ എന്ത് ചെയ്യാണ്, ഈ കല്യാണ പന്തലിലേക്ക് കയറി പോവാണ്. അവിടെ ജഡ്ജിയുടെ ഭാര്യ എന്നുള്ള വിശിഷ്ട അതിഥികളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ചാത്തൻ, അപ്പോൾ എന്താണ് കറമ്പിയുടെ സമ്മാനം? അപ്പൊ ചാത്തൻ ഈ കല്യാണത്തിന് പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മളോട് പറയുന്നുണ്ട് ഈ കറമ്പിയുടെ കല്യാണം നടക്കാത്തതിന്റെ സങ്കടങ്ങളെ പറ്റി. അതിന് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മളോട്. അങ്ങനെ ചെയ്താൽ മതിയാവുമോ? സമ്പത്ത് ഉണ്ടാവാനായിട്ട് എന്താ ചെയ്യേണ്ടത്? തമ്പുരാന്റെ അടുത്ത് ചോദിച്ചാൽ ശരിയാവും? അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള ചാത്തനാണ്. അപ്പൊ ചാത്തനെ ഓർക്കണം, ചുമട്ടുകൂലി പോലും വേണ്ട എന്ന് പറഞ്ഞു നടന്ന അഭിമാനിയായ ചാത്തൻ തന്റെ മകളെ എങ്ങനെയാണ് കല്യാണം കഴിപ്പിച്ചു വിടേണ്ടതെന്ന് ആലോചിച്ച് വളരെ വൈക്ലഭ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ കല്യാണ പന്തലിന്റെ അടുത്തേക്ക് എത്താറായി. അപ്പൊ ചാത്തൻ കല്യാണ പന്തലിന്റെ അടുത്തേക്ക് എത്താറായപ്പോഴേക്കും കയ്യിലുള്ള സമ്മാനം എന്താണെന്ന് പറഞ്ഞു തുടങ്ങുകയാണ് പൊൻകുന്നം വർക്കി ചാത്തന്റെ ഭാഷയിലൂടെ. കയ്യിലുള്ള സമ്മാനം ഒരു ചീപ്പുണ്ട്, ഒരു സിനിമാ താരത്തിന്റെ ചിത്രമുള്ള ഒരു കണ്ണാടിയുണ്ട്. അങ്ങനെ 2 സമ്മാനമുള്ള. അപ്പൊ സിനിമാ താരത്തിന്റെ ചിത്രമുള്ള കണ്ണാടി ആവട്ടെ കൂട്ടുകാരിക്കുള്ളതാണ്. കുഞ്ഞമ്മ എന്ന കറമ്പിയുടെ കൂട്ടുകാരിക്കുള്ളതാണ് സിനിമാ താരത്തിന്റെ ചിത്രമുള്ള ആ ഒരു കണ്ണാടി. മറ്റേ ചീപ്പാവട്ടെ പുതുമണവാളിനുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ വേദിയുടെ അടുത്തലേക്ക് എത്താറായി, പന്തലിന്റെ അടുത്തലേക്ക് എത്താറായി. അടുത്തെത്തുമ്പോഴേക്കും ചാത്തൻ ഈ സമ്മാനം പുറത്തെടുത്ത് ഇതങ്ങ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങവേ തമ്പുരാൻ ചോദിക്കുകയാണ്, നിനക്കിത് എന്നോട് പറഞ്ഞാൽ പോലായിരുന്നോ? നാളെ വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് രാവിലെ എപ്പോഴൊക്കെ സമയം ഉണ്ടായിരുന്നു, ഇപ്പോഴാണോ നീ കയറി വരുന്നത്? ചാത്തൻ അത്ര നാൾ മനസ്സിലാക്കിയിരുന്നില്ല താൻ അവിടെ ചെന്ന് കയറാൻ ഒരു സമയമുണ്ടെന്ന്. തനിക്ക് അവിടെ, കാരണം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തമ്പുരാന്റെ മകൾ എന്നുള്ളത് തൻ്റെ മകളാണെന്ന് കരുതിയ ഒരാളോട് പെട്ടെന്ന് ചോദിക്കുകയാണ്, നിനക്ക് ഇപ്പോഴാണ് കയറി വരാൻ സമയം കിട്ടിയത്? ഇത്ര വിശിഷ്ടാതിഥികൾ നിൽക്കുന്നിടത്താണോ നിനക്ക് കയറി വരാൻ സമയം കിട്ടിയത്? അപ്പോൾ പൊൻകുന്നം വർക്കി പറയുന്ന ഒരു വാചകമുണ്ട്, ചാത്തൻ്റെ മേലുരുകി തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ഉരുക്കിക്കളയുന്ന നമ്മുടെ സമൂഹത്തിലെ വർഗീകരണം എന്നുള്ളത് പൊൻകുന്നം വർക്കിയുടെ എല്ലാ കഥകളിലും നമുക്കറിയാൻ കഴിയുന്ന ഒന്നാണ്. അപ്പം ഇവിടെ വെച്ചിട്ട് തിരിച്ചറിയുന്ന ചാത്തൻ മാറി നിൽക്കുന്ന ഒരു മാറി നിൽപ്പ്, അപമാനിതനായിട്ട് മാറി നിൽക്കുന്ന ഒരു മാറി നിൽപ്പ് എന്നുള്ളത് അവിടെ വെച്ചിട്ട് ചാത്തൻ തീരുമാനിക്കുകയാണ് എൻ്റെ മോളുടെ കല്യാണം ഉടൻ തന്നെ നടത്തണമെന്ന്. ആ ഒരു അപമാനത്തിൽ നിന്ന് ചാത്തൻ എടുക്കുന്ന അടുത്ത തീരുമാനം മോളുടെ കല്യാണം ഉടൻ തന്നെ നടത്തണമെന്നുള്ളതാണ്. അങ്ങനെ അതൊക്കെ തീരുമാനിച്ചിട്ട് ആള് പോകുന്ന സമയത്ത് ഇതിനകത്ത് അപ്പോൾ തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, സമുദായവും പരുന്തും. ഇങ്ങനെ ചാത്തൻ വിചാരിക്കുന്ന സമയത്ത് ഒരു പരുന്ത് ആ വഴിയെ പറന്നുപോയി. സമുദായവും പരുന്തും ഉയരത്തിൽ പറക്കും, രണ്ടും കയ്യിൽ നിന്ന് എടുക്കുകയുള്ളൂ, തിരിച്ചൊന്നും തരില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ചൊന്നും തരാത്ത സമുദായത്തിൻ്റെ അതിരുകൾക്കിടയിലൂടെ ചാത്തൻ മുന്നോട്ട് നടന്ന് എന്തെങ്കിലുമൊക്കെ കൂട്ടി തൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കാമെന്ന് വിചാരിക്കുന്ന സമയത്ത്, അതിനുള്ള പായ തേടി പോകുന്ന സമയത്ത് പെട്ടെന്ന് മട വീഴുകയാണ്. ഇന്നത്തെ കുട്ടികൾക്കൊക്കെ എങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റുമെന്നറിയില്ല. അപ്പം വെള്ളം പൊട്ടി ഒലിച്ചു വന്ന് മട വീഴുക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തുള്ള ആളുകളെല്ലാവരും, ആ കൃഷിയും ആ സ്ഥലം തന്നെ ഇടിഞ്ഞ് വീണു പോകുന്നത് പോലെ. ഒരു പക്ഷേ വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിങ് ഒക്കെ കണ്ട ആളുകൾക്ക് മട വീഴുക എന്നുള്ള ആ ഒരു പഴയ ഒരു ഡിസാസ്റ്ററിനെ എത്രത്തോളം എങ്ങനെയാണ് നിങ്ങൾ ഉള്ളിൽ കാണുന്നതെന്ന് അറിയില്ല. ഇപ്പം ഈ മട വീഴുന്ന സമയത്ത് അതിലേക്ക് എടുത്തു ചാടാനുള്ള സാഹസികരായിട്ടുള്ള ഒരുപാട് പേര് വരും. അപ്പം ചാത്തൻ പായൊക്കെ ആയിട്ട് തൻ്റെ മകൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നറിയാനായിട്ട് പോകുന്ന സമയമാണ്, അതായത് വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ മടയിലേക്ക് എടുത്തു ചാടുന്നത് ചാത്തനാണ് ഈ കഥയിൽ. അപ്പോൾ പിന്നീട് ചാത്തനെ ആരും കണ്ടിട്ടില്ല. ഈ മടയിലേക്ക് എടുത്തു ചാടിയതിന് ശേഷം ചാത്തനെ ആരും കണ്ടിട്ടില്ല, ചരിത്രത്തിൽ കാണാത്തതുപോലെ.
അതുകൊണ്ട് ഒരുപാട് മട വീണുപോയ ആ ചരിത്രത്തിന്റെ ഇടയിൽ കിടക്കുന്ന, ആ മണ്ണിൽ കിടക്കുന്ന കർഷകനെ, ആ വെള്ളത്തിലുള്ള വിയർപ്പിനെ ഒക്കെ തിരിച്ചറിയുന്ന ഒരു ശബ്ദമായിരുന്നു, ഉയർന്ന ശബ്ദമായിരുന്നു പൊൻകുന്നം വർക്കിയുടേത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പലപ്പോഴും ഈ പൊൻകുന്നത്തായതുകൊണ്ട് തന്നെ നമുക്ക് പൊൻകുന്നം വർക്കിയിൽ തുടങ്ങുന്നു എന്ന് വിചാരിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് പൊൻകുന്നം വർക്കി പൊൻകുന്നത്തിൻ്റെത് മാത്രമാവാത്തത്, വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കത്തിൻ്റെത് മാത്രമാവാത്തതെന്ന് ചോദിക്കുന്നത് പോലെ ഒരു പ്ലേസ് എന്നുള്ളത്, ഒരു സ്ഥലം എന്നുള്ളത് സ്ഥലത്തിനപ്പുറം ഇടമായി മാറുകയാണ്. എല്ലാ ഇടങ്ങളും വൈക്കമാവുകയും എല്ലാ ഇടങ്ങളും ബേപ്പൂരാവുകയും എല്ലാ ഇടങ്ങളും ബഷീറിന്റെ ഇടങ്ങളായി മാറുകയും ആ ഒരൊറ്റ മരത്തണലിൽ, കാടായി തീർന്ന ഒരു ഒറ്റ മരത്തിന്റെ തണലിൽ നമ്മൾ ഈ ലോകത്തിന് മുഴുവൻ നിൽക്കാനാവുകയാണ് ഈ രണ്ട് എഴുത്തുകാരിലൂടെയും. അപ്പൊ നമുക്ക് പയ്യെ ബഷീറിലേക്ക് വരാം. ബഷീറിലേക്ക് വരുമ്പോൾ ഈ കാടായി തീർന്ന ആ ഒറ്റ മരത്തിന്റെ തണലിൽ നമ്മൾ ലോകത്തിന്റെ അതിര്, അപാരതയുടെ അതിര് എവിടെയാണെന്ന് തേടുകയാണ്. വിജയമാഷിന്റെ തന്നെ വാക്കുകൾ പറഞ്ഞിട്ടുള്ള നീ ലോകത്തിന്റെ അങ്ങേ അറ്റം വരെ പോയിട്ട് വരാൻ ഉള്ള ഒരു ഉണ്ടായിരുന്നു. ബഷീർ മജീദിനോട് പറഞ്ഞ വാക്കുകൾ എന്ന് പറയുന്നത് പോലെ ബഷീറിന് ലോകം മുഴുവൻ ചുറ്റി വരാനുള്ള ഒരു ആ ഒരു അവധൂതനായിട്ടുള്ള, എവിടെ വേണമെങ്കിലും പോകാനുള്ള, ലോകത്തിന്റെ അങ്ങേ അറ്റം എന്താണെന്ന് കാണാനുള്ള, ലോകത്തിന്റെ അങ്ങേ അറ്റം എവിടെ പിടിക്കണം എന്ന് ആലോചിക്കുന്ന കഥാപാത്രത്തെ ബഷീർ എഴുതുമ്പോൾ ബഷീറിന്റെ കഥകളിലും ഏതോ വിഷയം എടുത്താലും അതിന്റെ അറ്റം കണ്ടിട്ടേ അത് അവസാനം വെക്കുകയുള്ളായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും ബഷീർ എത്ര രസമായിട്ടാണ് ആളുകളെ പറ്റിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കും. കാരണം ബഷീറിനെ വായിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നു ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, സാധാരണ നാട്ടിൻ പുറത്തെ കഥകള്, ഈ പറഞ്ഞ പോലെ ബഷീർ അനുഭവിച്ച പ്രശ്നങ്ങൾ, ബഷീറിന് കിട്ടിയ അപമാനങ്ങൾ, ഇതൊക്കെ എഴുതിയിട്ടാണ് ബഷീർ വലിയൊരു എഴുത്തുകാരനായതെന്നാണ് നമ്മൾ പലരും തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ ബഷീർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് എപ്പോൾ എവിടെ പറയണം എന്നുള്ള കൃത്യമായ സ്കെയിൽ വെച്ചിട്ട് തന്നെയാണ് ഈ എഴുത്തുകാരൻ സംസാരിക്കുന്നതെന്ന് തെളിയിക്കാൻ ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുള്ള ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. വായിച്ചിട്ടുണ്ടല്ലേ? എല്ലാവരുടെയും തലകളൊക്കെ ആടുന്നുണ്ട്. അപ്പോൾ പാത്തുമ്മയുടെ ആട് എന്നുള്ള പുസ്തകം പണ്ട് തൊട്ട് ബഷീർ കുറച്ചു കാലത്ത് ചികിത്സയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് തലയോലപ്പറമ്പിലെ വീട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ എഴുതിയ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ഒരു കഥയാണ്, ഒരു നോവലാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് ഈ വിചാരം മാറിയ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ചു കാലം മുമ്പ്. ആദ്യം ഞാൻ ബഷീറിനെ പറഞ്ഞു തുടങ്ങുന്നത് ഈ ഇവിടെ ഇരിക്കുന്ന ചെറിയ കുട്ടി, ഇപ്പോൾ സോഡാ കുപ്പി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ പ്രായത്തിൽ കുറച്ചുകൂടെ തള്ളയിപ്പോൾ, ഈ പ്രായം എന്ന് പറഞ്ഞാൽ തള്ളയിപ്പോൾ ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അത്ര ആയില്ലല്ലോ അല്ലേ, 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞ് വലിയൊരു പുസ്തകം, ഇപ്പോഴും ഞാൻ റെഫർ ചെയ്തിട്ട് വന്ന അതേ പുസ്തകത്തിൻ്റെ ആദ്യ രൂപം UKG എത്തിയതേ ഉള്ളൂ. അപ്പോൾ UKGയിലൊക്കെ എത്തിയപ്പോൾ ബഷീറിനൊക്കെ കേൾക്കാറുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴത്തേക്കും ബഷീറിനെ വായിക്കാൻ തോന്നി. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബാല്യകാല സഖി അബദ്ധവശാൽ എടുത്ത് വായിച്ചു നോക്കി. കാരണം എന്താ വെച്ചാൽ ബാല്യം എന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബാല്യകാലത്ത് വായിക്കേണ്ട, ചൈൽഡ്ഹുഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ എന്നാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുത്ത് വായിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു മുഴുവൻ വായിച്ചു തീർത്തിട്ടാണ് വെച്ചത്. അപ്പം പുറത്ത് നല്ല ഇരച്ചൊരു മഴ പെയ്യുന്നുണ്ട്, ഞാൻ ഇതിനെപ്പറ്റി എഴുതിയിട്ടുമുണ്ട്. അതുകൊണ്ട് ആ ഒരു മഴയിലാണ് എനിക്ക് വായനയുടെ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ബഷീറിൻ്റെ ബാല്യകാല സഖി വായിച്ചു തീർത്തപ്പോൾ ഒരു മഴ ഉണ്ടായിരുന്നു പുറത്ത്. അതാണ് എനിക്ക് എപ്പോഴും വായിക്കാൻ പ്രേരിപ്പിച്ച ഒരു ശബ്ദം. നമ്മൾ ഈ പറയുന്ന പോലെ എഴുത്തും കഥാപാത്രങ്ങളെയൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് വളരെ ഭൗതികമായ പല ഘടകങ്ങളും കാണും നമ്മളെ വായനയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ മഴയത്താണ് സുഹറയുടെയും മജീദിൻ്റെയും സങ്കടം അടയാളപ്പെടുത്തിയതെങ്കിൽ ഞാൻ ബഷീറിനെ വായിക്കാൻ വേണ്ടി 5ാം ക്ലാസ്സിൽ വളരെ ധൈര്യപൂർവ്വം സമ്പൂർണ്ണ കൃതിയൊക്കെ എടുത്ത് എനിക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന ആളേ ഉള്ളൂ ബഷീർ, ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ തോറ്റുപോയി, സാരില്ല, ബഷീറിൽ ഞാൻ ജയിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതൊക്കെ പുസ്തകം എടുത്തു. അപ്പോൾ ഹൈസ്കൂളിൽ അന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചർ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. 5ാം ക്ലാസ്സുകാരി ഒന്ന് ബഷീറിൻ്റെ സമ്പൂർണ്ണ കൃതി എടുത്തിട്ട് പോകുന്നു, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും പല പുസ്തകങ്ങൾ എടുക്കുമ്പം ആശംസകളൊക്കെ കിട്ടുന്ന പോലെ എനിക്കും കിട്ടിയ ആശംസ. അങ്ങനെ ഞാൻ അതൊക്കെ ആയിട്ട് പോയപ്പോഴേക്കും ഞങ്ങളുടെ ടീച്ചർ എന്നോട് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു ഈ പുസ്തകം. അപ്പം ഞാൻ കുറച്ച് സമയം എടുത്തു, കാരണം സമ്പൂർണ്ണകൃതി മുഴുവനായിട്ട് വായിച്ചു തീർക്കാൻ വേണ്ടി ഒരു 3-4 മാസം എടുത്തിട്ടാണ് തിരിച്ചു കൊണ്ടേ കൊടുത്തത്. അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ടീച്ചർ ചോദിച്ചു, ടീച്ചർ പുള്ളി എന്ത് വൃത്തികേട എഴുതി വെച്ചിരിക്കുന്നത് ബഷീർ, ഇങ്ങനെയാണോ മനുഷ്യർ എഴുതേണ്ടത്, തീരെ മാന്യതയില്ലാത്ത മനുഷ്യൻ എന്നാണ് ഞാൻ ടീച്ചറിനോട് മറുപടി പറഞ്ഞത്.
അപ്പോൾ ഉടനെ ടീച്ചർ ഉടനെ എന്നോട് പറഞ്ഞു, അതങ്ങനെയല്ല നഖ, പച്ചയായിട്ട് എഴുതുന്ന ജീവിതമാണ് ബഷീർ. എന്ത് പച്ചയാന്ന് പറഞ്ഞാലും സാറാമ്മയുടെ ബോഡീസിൽ നിന്ന് പ്രണയലേഖനം എടുത്ത് വായിക്കുന്നു, എന്തിന് ബ്ലൗസ് എന്തെങ്കിലും എഴുതിക്കൂടായിരുന്നോ എന്നൊക്കെ ഞാൻ ടീച്ചറിനോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദിച്ച് ആകെ മൊത്തം ഞാൻ എല്ലാ മതത്തിലുള്ള സ്ത്രീകളുടെയും മുല കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ശബ്ദങ്ങളിലെ കഥാപാത്രം ഞാൻ ഒരു മതത്തിലുള്ള സ്ത്രീയുടെ മുല കുടിച്ചിട്ടില്ല. ഇങ്ങനെ പറയുന്നു, ബഷീർ പറയുന്നു മുല കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇദ്ദേഹം എന്തിനാണ് ഭഗവത്ഗീതയും കുറെ മുലകളും, എന്തിനാണ് ഇദ്ദേഹം മുലയെ പറ്റി സംസാരിക്കുന്നത്? എനിക്ക് ആകെ മൊത്തം സംശയമായി. മറ്റേ മുല്ലനേഴിയുടെ വരി പോലെ, മുലയെന്ന് പറയുമ്പോൾ തെറി എന്ന് കരുതുന്ന തലമുറയാണ് എൻ്റെ ശത്രു, തലയെന്ന് പറയുമ്പോൾ ചീർപ്പെടുക്കാനോങ്ങും തലമുറയാണ് എൻ്റെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാവുന്നതിന് മുമ്പാണ് ഇപ്പം ഈ ഒരു വേദിയിൽ നിന്ന് ഈ വാക്കൊക്കെ പറയുന്നത് പോലും ഒരു ബുദ്ധിമുട്ട് അല്ലാതെ മാറുമ്പോൾ, അന്നത്തെ കാലത്ത് ബഷീർ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ടീച്ചറിനോട് വളരെ സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ടീച്ചർ എന്നെ പരമാവധി സമാധാനപ്പെടുത്തി. പക്ഷേ എനിക്ക് ഈ എല്ലാ മതത്തിലുള്ള സ്ത്രീകളുടെയും മുല ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന വാചകത്തിലെ സെക്യുലറിസം മനസ്സിലാവാൻ വേണ്ടി ഒരു ഗ്രാജുവേഷനും വേണ്ടി വന്നു. 2 MA ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിരുന്ന് വായിക്കുമ്പോഴാണ് ഇത്ര ഭംഗിയായിട്ട് ഒരാൾ സെക്യുലറിസം പറഞ്ഞു വെച്ചിരിക്കുന്നല്ലോ. ഞാൻ എല്ലാ മതത്തിലുള്ള സ്ത്രീകളുടെയും മുല കുടിച്ചിട്ടുണ്ട് എന്നാണ് ഒരാൾ പറയുന്നത്. അപ്പോൾ എല്ലാ മതത്തിലുള്ള സ്ത്രീകളും എൻ്റെ അമ്മമാരാണെന്ന് ഇതിലും നല്ല ഭാഷയിൽ എങ്ങനെ പറയാൻ പറ്റും? മോഹനകൃഷ്ണൻ കാലടിയുടെ റഹ്മാനും രാമനും എന്നൊരു കവിതയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റഹ്മാനെ ചങ്ങായി രാമനാണ്ടോ നമ്മൾ ഒന്നിച്ചു പഠിച്ചതാണ്ടോ, ഉപ്പിട്ട നെല്ലിക്ക നക്കി നക്കി തുപ്പലും കൂട്ടി കഴിച്ചതാണ്ടോ. ചോദിക്കുകയാണ്, നീ എന്നെ ഓർക്കുന്നുണ്ടോ? പാതിരായ്ക്ക് നമ്മൾ മറ്റേ രാപ്പടം കണ്ടു വരുന്ന സമയത്ത് നമ്മുടെ വേർപ്പിന് ഒരേ മണമായിരുന്നു, നീ ഓർക്കുന്നുണ്ടോ? ആ തുപ്പലില്ലേ, നമ്മൾ ആ അച്ചാറിലേക്ക് ഇട്ട തുപ്പലിന് ഒരേ സ്വാദായിരുന്നു, നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അവസാനം ഇവർ രണ്ടുപേരും കൂടെ ഏതോ പറമ്പിലിരുന്ന് ശുക്ലം എത്ര വരുന്നത് അത് ഒന്നാണോ എന്ന് അളന്നു നോക്കിയപ്പോൾ അതും ഒന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, എന്നാൽ അപ്പോഴാണ് ഞാനൊരു വ്യത്യാസം കണ്ടത്, നമുക്കതങ്ങ് മുറിച്ച് കളഞ്ഞാലോ, നമ്മൾ ഒന്നിച്ച് പഠിച്ചതല്ലേ എന്ന് സെക്യുലറിസത്തെ പറയുമ്പോൾ, അതായത് ശുക്ലം എടുക്കുന്ന സമയത്താണ് എനിക്കും അവനുള്ള ഒരേ ഒരു മാറ്റം എന്നുള്ളത്, അവനൊരു സംഭവം ഇല്ല. സുന്നത്ത് കല്യാണം കഴിഞ്ഞ റഹ്മാൻ ഒരു സാധനം ഇല്ല, എന്നാൽ ഞാനും കൂടി അത് മുറിച്ച് കളഞ്ഞാലോ എന്ന് ഓർക്കുന്ന രാമൻ. എത്ര നിസ്സാരമായിട്ടാണ് കുട്ടികൾക്കിടയിലുള്ള ഒരു കളി പോലെ സെക്യുലറിസം. ഇന്ന് ഓർക്കണം, ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസവും സോഷ്യലിസവും വേണോ എന്ന് ചർച്ച ചെയ്യുന്ന സമയത്ത് 2 കുട്ടികളുടെ സംസാരത്തിൽ എന്നാൽ ഞാനും കൂടെ അങ്ങനെ, നിങ്ങൾക്കറിയാം ഗുരു എന്ന സിനിമ കാണിക്കുമ്പോൾ 2 പേര് കളിക്കുമ്പോൾ ഒരു തൊപ്പി എടുത്ത് വെച്ചിട്ട് ഹിന്ദു കുട്ടി തന്നെ വന്ന് അമ്പലത്തിൽ തൊഴുന്നത് കാണുമ്പോൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ആ കാണായ പ്രശ്നങ്ങളൊക്കെ കണ്ട്. ഗുരു സിനിമ കണ്ടിട്ടുള്ള മുതിർന്നവർക്കൊക്കെ അറിയായിരിക്കും. അതേ പറഞ്ഞ പോലെ കുട്ടികൾക്കിടയിൽ മതവും ജാതിയും ഒന്നും പ്രശ്നമാകുന്നതിന് മുമ്പ് എല്ലാവരിലേക്കും എത്തുന്ന മുലപ്പാല്, എല്ലാവരിലേക്കും എത്തുന്ന വിയർപ്പ്, എല്ലാവരിലേക്കും എത്തുന്ന കണ്ണീര്, അതിനെല്ലാം ഒരു സമുദ്രത്തിൻ്റെ ഒരേ pH മൂല്യമാണുള്ളതെന്ന് ഇവർ 2 പേരും അറിഞ്ഞവരാണ്. പൊൻകുന്നം വർക്കിയും വൈക്കം മുഹമ്മദ് ബഷീറും. പൈകെ നമുക്ക് ബഷീറിലേക്ക് വരാം, അല്ല പൊൻകുന്നം വർക്കിയിലേക്ക് വരാം. കാരണം പൊൻകുന്നം വർക്കിയുടെ എല്ലാ കൃതികളിലും തന്നെ വിയർപ്പിനെ പറ്റി സൂചിപ്പിക്കാതെ പോകാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. അതായത് എങ്ങനെയാണ് ഈ വിയർപ്പിനെ ഒഴിവാക്കുക, ഒരു കർഷകൻ എങ്ങനെയാണ് വിയർപ്പിനെ പറ്റി പറയാതിരിക്കുക? അപ്പോൾ വിയർപ്പിന്, ഇപ്പം ഞാൻ പറഞ്ഞു ചാത്തൻ്റെ മകൾ എന്ന കഥയിൽ ചാത്തൻ അങ്ങോട്ട് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഉരുകിയത് വിയർപ്പിലൂടെയാണ് പറയുന്നത്. ചാത്തൻ്റെ ഭാഷ അപ്പോൾ വിയർപ്പിൻ്റെതാണ്. മറിച്ച് മാർക്കോസ് ചേട്ടൻ മറ്റൊരു കഥയിൽ വരുന്നുണ്ട്. ആ വാഴവെട്ട് എന്നുള്ള കഥയിലെ മാർക്കോസ് ചേട്ടൻ്റെ കഥയിലും അർത്ഥനഗ്നനായ മാർക്കോസ് ചേട്ടൻ വിയർപ്പ് സൂപ്പ് കുടിക്കുന്നത് പോലെ കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴുള്ള വിയർപ്പ് അവിടെ വരുന്നുണ്ട്. ശബ്ദിക്കുന്ന കലപ്പയിലെ ഔസോപ്പ് ചേട്ടൻ്റെ വിയർപ്പിനെ പറ്റിയും ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ വിയർപ്പ്, മൂത്രം, ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന സങ്കോചം ഈ 2 പേർക്കും, ബഷീറിനും ഉണ്ടായിട്ടില്ല, പൊൻകുന്നം വർക്കിക്കും ഉണ്ടായിട്ടില്ല. അപ്പം 5ാം ക്ലാസ്സുകാരിക്ക് ഇത് പറഞ്ഞു തന്ന ഇത്തരം ഒരുപക്ഷെ ബഷീറിയൻ ശരീരശാസ്ത്രം തന്നെ എടുത്തു പറയണം. കാരണം ശരീരത്തെ പറ്റി പറയാതെ ബഷീറിനെ പറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ശബ്ദങ്ങളിലെ കഥാപാത്രത്തോട് ഞാനിങ്ങനെ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഓർത്തിരുന്നു, ഈ പൊൻകുന്നം വർക്കിക്കും വൈക്കം മുഹമ്മദ് ബഷീറിന് എന്തൊക്കെ സമാനതകളുണ്ടെന്ന് ആദ്യം ചിന്തിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു താരതമ്യ പഠനമായിട്ട് ഒരു ടേബിളൊക്കെ നിങ്ങൾക്ക് മുമ്പ് പ്രസൻറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് വളരെ തമാശ, അത് ചീറ്റിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ പോകാത്തത് കഥ. അപ്പം ഞാൻ ഓർത്ത് 2 പേരും കോട്ടയംകാരാണ്, 2 പേരും എന്താ നമ്മളെ വിട്ടുപോയത് ഒരാഴ്ച ആയതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ പറ്റി ഇങ്ങനെ പറയുന്നത്, അവർ കൂട്ടുകാരാണ്, അവർ കണ്ടിട്ടുള്ള ഏതെങ്കിലും സംഭവം എടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി ഞാൻ പറഞ്ഞു കോട്ടയംകാരനല്ല, ഇവർ 2 പേരും അങ്ങനെ അല്ല, ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ആളുകളാണെന്ന് തെളിയിക്കുന്ന കഥകൾ എന്ന് പറഞ്ഞു. അപ്പോൾ 2ാമത്തെ കാര്യം, ഒരാൾ ശബ്ദങ്ങൾ എഴുതിയിട്ടുണ്ട്, വേറൊരാൾ ശബ്ദിക്കുന്ന കലപ്പ എഴുതിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ശബ്ദങ്ങൾ എന്നുള്ള
ആ ഒരു പുസ്തകത്തിൽ കഥാപാത്രം എനിക്ക് തോന്നുന്നു അതിൻ്റെ അവതാരികയിലൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിനകത്ത് വളരെ രസകരമായിട്ട് ഒരു കാര്യം പറയാൻ വരുമ്പോൾ വേറൊരു കാര്യത്തിലേക്ക് കടന്നു പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിജയികളെ ആദ്യം തന്നെ അഭിനന്ദിച്ചത്. കാരണം ഈ ഹൈപ്പർ ലിങ്ക് പോലെയാണ്, നിങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലല്ലായിരിക്കും പറഞ്ഞു നിൽക്കുക, സ്ക്രോൾ ചെയ്ത് പോകുന്ന തലമുറയ്ക്ക് ഇങ്ങനെ മാറിപ്പോകുന്നത് പ്രശ്നമില്ലെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ് മുൻകൂറായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശബ്ദങ്ങളിലെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, ഈശ്വരനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ വേണമെങ്കിലുണ്ട്, എൻ്റെ ഈ 34-ാം വയസ്സിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ബഷീറിനെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഈ വയസ്സിൻ്റെ കാര്യം കൂടെയാണ്. വലിയൊരു ചരിത്രാധ്യാപകനാണ് ബഷീർ. അതിൻ്റെ കൂടെ ബഷീർ എവിടെ പറഞ്ഞാലും വയസ്സ് പറഞ്ഞിരിക്കും. ഇപ്പോൾ ഈ ശബ്ദങ്ങളിലെ കഥാപാത്രം 34-ാം വയസ്സിൽ, അതിന് പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളോട് ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചത് 8-ാം വയസ്സിലോ 10-ാം വയസ്സിലോ ഒക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്താണെന്നറിയില്ല. അപ്പം എൻ്റെ 34-ാം വയസ്സിൽ ശബ്ദങ്ങളിലെ കഥാപാത്രം പറയാം വേണമെങ്കിലുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ആൾ. അപ്പം ഈ വയസ്സിൻ്റെ കാര്യം മറ്റൊരു ഉദാഹരണം പറയാവുന്ന വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, 25 വയസ്സ് എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വയസ്സാണ്. അത് മനസ്സിലാകണമെങ്കിൽ ചരിത്രാധ്യാപകരോടും ചരിത്രം പഠിക്കുന്ന കുട്ടികളോടും ചോദിക്കണം. ഈ സദസ്സിൽ അവരുണ്ട്, ഞാൻ ചോദിക്കുന്നില്ല അവരോട്, അവർ കണ്ടുപിടിക്കട്ടെ ഈ 1/4 നൂറ്റാണ്ടിന് എന്താണ് പ്രാധാന്യമുള്ളതെന്ന്. ബഷീർ ഉത്തരം തരാത്ത, ബഷീറിൻ്റെ തന്നെ വാക്കുകളിൽ ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ടല്ലോ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് ശബ്ദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇനിയും വയസ്സ് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പം പറയാം, 34-ാം വയസ്സുകാരനായ ശബ്ദങ്ങളിലെ കഥാപാത്രത്തോട് ബഷീറിയൻ ശരീരശാസ്ത്രത്തിൽ പറയുകയാണ്, ഇയാൾക്ക് അച്ഛനോ അമ്മയോ ഇല്ല. അപ്പോൾ അയാൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാളോട് ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൊക്കിളുണ്ടോ എന്ന് ചോദിക്കുക. ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും ഞാനിപ്പോൾ പൊക്കിളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് അശ്ലീലമായിട്ടുള്ള ചോദ്യമാണ്. കയറി വന്നപ്പോഴേ കുട്ടി വിയർപ്പ്, മൂത്രം, ശുക്ലം എന്ന് വേണ്ട പറയരുതാത്തൊക്കെ വേദി നിന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് പൊക്കിളുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയാളോട് ഈ കഥാപാത്രം പറയുകയാണ്, നിനക്ക് പൊക്കിളുണ്ടെങ്കിൽ നിന്റെ അജ്ഞാതയായ അമ്മയുടെ സാന്നിധ്യം നിന്റെ ശരീരത്തിലുണ്ട്, ആ അമ്മയിലേക്കുള്ള ബന്ധം നിന്നിലുണ്ട് എന്ന് പറയാം. ഈ ബഷീർ എങ്ങനെയാണ് നാടൻ ഭാഷയിൽ പറഞ്ഞു അല്ലെങ്കിൽ ഡുങ്ക എന്നുള്ള ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ മാറ്റി നിർത്തുക. നിനക്ക് പൊക്കിളുള്ളിടത്തോളം കാലം നിന്റെ കൂടെ നിന്റെ അമ്മയുണ്ട് എന്നൊരു ശബ്ദങ്ങളിലെ കഥാപാത്രത്തിനോട് പറയുന്ന ആ ഒരു ബഷീറിയൻ സാഹിത്യത്തിൻ്റെ ഗുണം. ഞാൻ ബഷീറിലേക്ക് എത്തിയപ്പോൾ പാത്തുമ്മയുടെ ആട് പറഞ്ഞിട്ടായിരുന്നു തുടങ്ങിയിരുന്നത്. അപ്പോൾ ഈ പാത്തുമ്മയുടെ ആട് ഈ പറഞ്ഞ പോലെ ഈ പ്രശ്നമുണ്ട്, ഏത് പേജിലേക്കാണോ എത്തിയത് വെബ് ഹിസ്റ്ററി പോലെ തിരിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് തന്നെ എത്തും, പക്ഷെ കുറേ ഇടത്തേക്ക് പോകേണ്ടി വരും, അത്രയേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഈ പാത്തുമ്മയുടെ ആട് എന്നുള്ള കൃതി ഞാൻ പഠിച്ചു തുടങ്ങിയ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാനൊരു നോവൽ എഴുതാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്ര നാളും ജീവിച്ചപ്പോൾ പെണ്ണെന്ന നിലയിൽ ഞാൻ നേരിട്ട എല്ലാ പ്രശ്നങ്ങളെയും ഒതുക്കിയെടുത്ത് ഞാൻ ഈ നോവൽ തീർക്കുമെന്നുള്ള രീതിയിൽ ഒരു വർഷം കൊണ്ടൊക്കെ ഞാൻ ഉറപ്പായിട്ടും മലയാളത്തിലൊരു ബെസ്റ്റ് സെല്ലർ ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ 2017 നോവൽ എഴുതാനിരിക്കുന്നത്. അങ്ങനെ എഴുതാൻ പോയ നോവൽ പെൺബുദ്ധിയെ പറ്റിയായിരുന്നു, പെൺമതിയുടെ വൽമീകം എന്നായിരുന്നു. അപ്പം എൻ്റെ വിചാരം പെൺബുദ്ധിയെ പറ്റി ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അധ്യാപകനായ മനോജ് കുറൂർ സാറിനോട് പെൺമതിയുടെ വൽമീകം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പെൺമതി എന്നുദ്ദേശിച്ചത് മനസ്സാണോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, പെൺമതി, പെണ്ണിൻ്റെ വേരോട് ചേർന്ന് മതി എന്ന് കേട്ടാൽ പോലും ആർക്കും, അത്ര പണ്ഡിതനായ ഒരാൾക്ക് പോലും ബുദ്ധി എന്ന് തോന്നിയില്ല. അപ്പോൾ ഈ പെൺബുദ്ധിയെ പറ്റി ആദ്യം പറയാൻ പോകുന്നത് ഞാനാണ്. അപ്പം ഇത് കേട്ടപ്പോഴേ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു, പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പണ്ടേ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. തളർന്നില്ല അവിടെ ഒന്നും. ഞാനിത് എഴുതും എന്നുള്ള രീതി ഇപ്പോൾ 2017 കഴിഞ്ഞു, 18 കഴിഞ്ഞു, ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, അത്ര പുസ്തകം ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു വർഷം കൊണ്ട് എഴുതി തീർക്കാമെന്ന് വിചാരിച്ച നോവൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ നോവൽ എഴുത്തിൻ്റെ അവസാന ഒരു ഘട്ടം എത്തിയപ്പോഴേക്കും ഞാനൊരു ദിവസം സ്വപ്നത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണുകയാണ്. നീ എൻ്റെ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ടോ എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സ്വപ്നത്തിൽ ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ പാത്തുമ്മയുടെ ആടൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ, ഇപ്പം എന്താ. അപ്പം നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഒരു സ്വപ്നം പോലും നമ്മൾ വെറുതെ വിടരുത്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ബുദ്ധി പാത്തുമ്മയുടെ ആട് അഥവാ പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് ഇതിനൊരു തലക്കെട്ട് കൊടുക്കാം എന്ന് കരുതിയെന്ന് ഞാൻ ഇക്കാണായ നാളിന് മുഴുവൻ പെൺമതിയിൽ ഇരുന്നിട്ട് ഓർത്തില്ല. അപ്പം ഏതാണ്ട് എഴുതി തീരാറായി. അപ്പം എൻ്റെ 63ാമത്തെ ചാപ്റ്ററിലാണ് ബഷീർ വരുന്നത്. കാരണം എഴുതി തീരുന്ന ആ സമയം എത്തിയപ്പോഴാണ് ബഷീർ സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നത്, നീ എൻ്റെ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ പാത്തുമ്മയുടെ ആട് വായിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളിലേക്ക്, ഇറങ്ങാൻ പോകുന്നൊരു നോവലിലെ കഥാപാത്രത്തെ ഞാൻ ധൈര്യപൂർവ്വം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കാരണമുണ്ട്. പാത്തുമ്മയുടെ ആട് നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, പക്ഷെ അത് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരവിടെ കിടപ്പുണ്ടായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും.
പാത്തുമ്മയിലൂടെ പെണ്ണുങ്ങൾക്കുണ്ടാകുന്ന ഈ പെണ്ണുങ്ങളുടെ തലയിലെ നിലാവെളിച്ചം എന്നൊക്കെ തോന്നിയത് നമ്മൾ വായിച്ചു വിട്ടു. അതേസമയം അവിടെ അദ്ദേഹം ആ ചാരുകസേരയിൽ ഇരിക്കുന്ന സമയത്ത് ചാമ്പമരത്തിലേക്ക് കണ്ണെറിയാമെന്ന പെണ്ണുങ്ങളെയും ഇദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ പെണ്ണുങ്ങളെ എല്ലാം അവതരിപ്പിക്കുന്നതിനിടയിൽ പാത്തുമ്മ എങ്ങനെ സമ്പത്തുണ്ടാക്കി എന്ന് നമ്മളോട് പറഞ്ഞു. ഇനി ഒക്കെ പോട്ടെ, പാത്തുമ്മയുടെ ആട് എന്നുള്ളൊരു പെണ്ണ് നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടായിരുന്നു. ശബ്ദങ്ങൾ പോലും തിന്നാൻ ശേഷിയുള്ള ഒരു ആടുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം ഈ ചാമ്പങ്ങ വിൽക്കാൻ പോകുന്ന പിള്ളേരെ ചന്തയിൽ പോയി ബഷീർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പൈസ എടുക്കടാന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് വീട്ടിലെല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ഈ ആശാനുമ്മ അങ്ങനെ വീട്ടിലുള്ള മറ്റാളുകളൊക്കെ പാത്തുമ്മയുടെ ആടിന്റെ പാല് കട്ടുകുടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് കട്ടുകുടിക്കുന്ന മുതലുമുണ്ട്. പാത്തുമ്മ കരഞ്ഞ് നിലവിളിച്ച് നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ എന്ന് ചോദിച്ച് കൊടുക്കുന്ന പാലും ഉണ്ട്. അപ്പൊ അവസാനം ഈ കഥ തീരുന്നത് ഈ പെണ്ണുങ്ങളുടെ തലയിൽ ഈ ബുദ്ധി, ഏത് പെണ്ണിൻ്റെ തലയിലാണ് ആദ്യം ഈ ബുദ്ധി ഉദിച്ചിട്ടുണ്ടാവുക? ഞാൻ തോറ്റുപോയി. എൻ്റെ 63ാമത്തെ ചാപ്റ്ററിൽ 1ാം ചാപ്റ്റർ തൊട്ട് പെൺമതി എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് എന്തോ കണ്ടുപിടിച്ച് എഴുതുകയാണ്, അല്ലെങ്കിൽ തലച്ചോറില്ലാത്ത സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു മറുവശമാണ് ഞാൻ എഴുതുന്നതെന്നൊക്കെ അഭിമാനിച്ചിരുന്ന എന്നെ തോൽപ്പിച്ച് കളഞ്ഞ ബഷീറിൻ്റെ പെണ്ണുങ്ങളുടെ ബുദ്ധി. ഇനി നിങ്ങൾ ആ പുസ്തകം വായിക്കുമ്പോൾ ഇതിനിടയിലെല്ലാം അദ്ദേഹം ബാക്കി വെച്ച രൂപകങ്ങൾ കണ്ടെത്തുക. ഇത് പെണ്ണുങ്ങളുടെ ബുദ്ധിയുടെ കഥയാണ്. പാത്തുമ്മയുടെ ആടെന്നുള്ളത് ആ വീടിൻ്റെ അവിടുത്തെ വിശേഷങ്ങൾ മാത്രമല്ല. പക്ഷെ ആരെങ്കിലും, ഞാനിപ്പോൾ പറഞ്ഞ ഫെമിനിസത്തിൻ്റെ തിയറിയും ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല, കാരണം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ഇതിലേത് തിയറിയോട് വേണമെങ്കിലും പാത്തുമ്മയുടെ ആട് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനത് കണക്ട് ചെയ്യാത്തത് ഇത്ര നാളും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിലും എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്നവരൊക്കെ വായിച്ചിട്ടുള്ള പുസ്തകമാണ്. ഇതിലെങ്ങനെയാണ് ഒരു ഫെമിനിസം ഉണ്ടാകുന്നതെന്ന് ഒരു പുനർവായന നടത്തേണ്ടത്. അതായത് ബഷീറിൻ്റെ ശരീരശാസ്ത്രം പുനർവായന നടത്തുന്നത് പോലെ, അല്ലെങ്കിൽ ബഷീറിൻ്റെ ഈ പറഞ്ഞ എല്ലാ നാടൻ രൂപങ്ങളെയും നമ്മൾ പിന്നെ പാത്തുമ്മയുടെ ആടിലെ ആ ഒരു ആടിനെ പോലും നമ്മൾ വീണ്ടും കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും സുഹറയും മജീദിനെ പറ്റി പറഞ്ഞു പോയി, എന്നാലും അവരെ പറ്റി കുറച്ചുകൂടി പറയാതെ പോകാൻ വയ്യ. സുഹറ മരിച്ചു എന്നറിയുമ്പോൾ പ്രപഞ്ചമെല്ലാം ശൂന്യമായി പോകുന്ന അറിയാം. സുഹറയും മജീദും അയൽപക്കക്കാരാണ്, തമ്മിൽ കണ്ടാൽ ശത്രുക്കളെ പോലെ ഇരിക്കും, കോക്രി കാട്ടും. ഇവർ തമ്മിൽ ചേരുന്ന, ഇവർ തമ്മിൽ കൂട്ടുകാരാകുന്ന ഒരു സംഭവം ഒന്നു ഇമ്മിണി ബല്യ ഒന്ന് എന്നുള്ള ഒരു കളിച്ചിരിയിലുണ്ടായ സഹായത്തിലൂടെ, കണക്ക് ചെയ്യുന്നതിനിടയിൽ ഉണ്ടായ ഒരു സഹായത്തിലൂടെയാണ് ആവുന്നത്. അതിനുശേഷം മജീദ് പുറത്തു പോകുന്നു. മജീദ് പുറത്തു പോകുമ്പോൾ സുഹറയുടെ കല്യാണം കഴിയുന്നു. എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് സുഹറ വിവാഹത്തിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീട്ടിൽ നിൽപ്പുണ്ട്. അങ്ങനെ മജീദ് സുഹറയോട് പറയുന്നുണ്ട്, നീ എന്നോട് സംസാരിക്കുന്ന കണ്ട നീ വിവാഹിതയായ ഒരു സ്ത്രീയാണ്, നിനക്ക് കളങ്കം ഉണ്ടാവും, സദാചാര പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ ആത്മാവിന് കൂടി കളങ്കമേറ്റോട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ സുഹറ നിൽക്കുകയും അവസാനം ഇവർ തമ്മിൽ വിവാഹം കഴിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ച് ഇവർക്കുള്ള പൈസ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട്, വിവാഹത്തിനും അനിയത്തിമാരെ കെട്ടിക്കാനൊക്കെയുള്ള പൈസ തേടാനും ഒക്കെ ആയിട്ട് മജീദ് വീണ്ടും പോകുമ്പോൾ സുഹറ മരിച്ചു എന്ന് പറഞ്ഞൊരു കത്ത് വരികയാണ്. ആ ഒരു സമയം പ്രപഞ്ചം മുഴുവൻ നിശൂന്യമായി പോകുന്ന, ഓരോ പാത്രങ്ങളും എടുത്ത് കഴുകുന്നതിനിടയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ആ ഒരു ശരീരം, മജീദിൻ്റെ ശരീരം, ചെമ്പരത്തിക്കമ്പിൻ്റെ അപ്പുറത്ത് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ ആയി നോക്കിയ സുഹറ എന്തോ തന്നോട് പറയാൻ ബാക്കി വെച്ചിരുന്നു. അതെന്തായിരുന്നു? സുഹറ അവസാനമായി പറയാൻ കാത്തുവെച്ചത് എന്തായിരുന്നു എന്ന് ഇന്നും വായനക്കാർക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അങ്ങനെ അവസാനമായിട്ട് ആ പറയാനുണ്ടായിരുന്ന ആ കാര്യം എന്നുള്ള ആ വേർപാടിലെ അക്ഷരങ്ങൾ പോലും ഒരുമിച്ചെടുക്കുന്ന ആൾ. ഈ വേർപാടിൻ്റെ അക്ഷരം പറയുമ്പോൾ നമുക്ക് വിട്ടുപോകാൻ പറ്റില്ലാത്ത ഒന്നാണ് അനശ്വരമായ ദിനങ്ങൾ എന്നുള്ള പുസ്തകം ബഷീറിൻ്റെ. അതിനകത്ത് വിവാഹം കഴിഞ്ഞിട്ട് കാണുന്ന കാമുകിക്ക് അവളുടെ കണ്ണട ഊരിയിട്ട് അതിൽ ചുംബിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ചുംബിച്ച ലോകമാണല്ലോ നീ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന ബഷീർ. അങ്ങനെ പ്രണയം എന്നുള്ളത് എത്രത്തോളം റിയലിസ്റ്റിക് ആണ്, എത്രത്തോളം യഥാതഥവാദിയാണെന്ന് എല്ലാവരും പറയുമ്പോഴും പ്രണയം എന്നുള്ളത് ബഷീറിൽ എങ്ങനെ പൂത്തു നിൽക്കുന്നു എന്നുള്ളത്, ഇരുവഴികൾ എങ്ങനെ ഇമ്മിണി ബല്യ ഒന്നാകുന്നു എന്നുള്ളതൊക്കെ ബഷീർ നമ്മളെ പറഞ്ഞു തരാണ്. അപ്പോൾ പൊൻകുന്നം വർക്കിയിലേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ ബഷീറിലേക്ക് നമ്മളങ്ങ് കയറിപ്പോയാലോ. അപ്പോൾ പൊൻകുന്നം വർക്കിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പ്രണയമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സിനിമയെ പറ്റി പറയാം. പൊൻകുന്നം വർക്കി എന്നുള്ള എഴുത്തുകാരൻ സിനിമയിലും വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെല്ലാം കാണുന്നത് പോലെ തിരുമുൽക്കാഴ്ച എന്നുള്ള പേരിലുള്ള കവിതാ സമാഹാരം ആയിട്ടാണ് മലയാള സാഹിത്യത്തിലേക്ക് അദ്ദേഹം എത്തുന്നെങ്കിലും കവിതയല്ല, തനിക്ക് പറയാനുള്ളത് കഥകളും നാടകങ്ങളും ഒക്കെയാണെന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ കൃതികൾ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് നാടകങ്ങൾ, അൾത്താര എന്നുള്ള നാടകമൊക്കെ വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായ അൾത്താര പോലെയുള്ള കൃതികളുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ഒരു നാണംകെടലായിട്ട് സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ അതിലെല്ലാം
നവലോകം, ആശാദീപം തുടങ്ങിയ സിനിമകളുണ്ട്. ഇങ്ങനെ ചെറുകഥയെ ഏറെ ജനകീയമാക്കുമ്പോഴും സിനിമയിൽ പ്രവർത്തിച്ച ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ മാക്ടയുടെ പ്രവർത്തനങ്ങളിലൊക്കെ മെമ്പറായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്കറിയാം. ചരിത്രം എന്നിലൂടെ എന്നുള്ള സഫാരിയിലെ പരിപാടിയിലൊക്കെ ഒരു സിംഹത്തെ പോലെ ഇരിക്കുന്ന പൊൻകുന്നം വർക്കിയെ കാണാൻ പാമ്പാടിയിലെ വീട്ടിലേക്ക് പോകുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ പറ്റിയും ഒക്കെ ഉണ്ട്. അപ്പം ഈ ടെക്നിക്കൽ ലോകം ഇപ്പോൾ എവിടെ ചെന്ന് സംസാരിക്കുമ്പോഴും ഫോണിലില്ലാത്തത് പറയാനായിട്ടാണ് കൂടുതൽ നോക്കുക. കാരണം ഫോണിലുള്ളത് നിങ്ങൾ കേട്ടോളൂല്ലോ. അപ്പോൾ അതല്ലാതെ എന്ത് കണ്ടുപിടിച്ച് പറയാമെന്നാണ് ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ആ സഫാരിയിലെ ആ ഒരു പരിപാടിയിൽ നിന്ന് കിട്ടും. ആൾക്കൂട്ടങ്ങൾക്കിടയിൽ പോലും ഒരു സിംഹമായിട്ടിരുന്ന ഒരു യാഥാസ്ഥിതികനായിരുന്നു. യാഥാസ്ഥിതികൻ എന്ന് പറഞ്ഞ അർത്ഥം ഒരു ഓർത്തഡോക്സ് എന്നുള്ള അർത്ഥത്തിലല്ല, ഇപ്പോഴത്തെ ജനങ്ങൾക്ക് പരിഷ്കൃതമല്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നിരുന്ന ഒരാൾ. അദ്ദേഹത്തെ ഒരു സിംഹത്തെ പോലെയായിരുന്നു അദ്ദേഹം അവിടെ ഇരുന്നിരുന്നത് എന്ന് പറയുന്നുണ്ട്. ഒരു കിണ്ടിയിൽ നിന്ന് വെള്ളം കുടിക്കുകയും മറു കുപ്പിയിൽ നിന്ന് റം എടുത്ത് വായാണ് ഗ്ലാസ്, അങ്ങനെ വിചാരിച്ചിരുന്നിരുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പറ്റി എടുത്തു പറയേണ്ടുന്ന ഒന്ന് 1944 അദ്ദേഹം NBS തുടങ്ങിയതിനെ പറ്റിയാണ്. ഒരുപക്ഷെ തീർത്തും നമുക്ക് പരിചിതമല്ലാത്ത ഒരു ചരിത്രം. NBSന്റെ തുടക്കക്കാരൻ പൊൻകുന്നം വർക്കിയായിരുന്നു. അതിനുശേഷം DC കിഴക്കേമുറിയുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അതൊരു വലിയ വിജയമല്ലാത്തതിനാൽ അത് നമുക്ക് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം എന്നുള്ള ഒരു വലിയ സംഘടനയിലേക്ക് അത് മാറുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയുന്ന പൊൻകുന്നം വർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് വിട്ടു കളഞ്ഞു, കാരണം നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടല്ലോ എന്നുള്ള മട്ടിൽ. അപ്പോൾ ശബ്ദിക്കുന്ന കലപ്പയ്ക്കകത്തെ ഔസേപ്പ് ചേട്ടൻ പറയുന്ന ഒരു സംഗതിയുണ്ട്. ഔസേപ്പ് ചേട്ടൻ ഈ കഥ അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും? ഞാൻ ഒന്നുകൂടെ പറയണ്ടല്ലോ, ചാത്തൻ്റെ മകളിലെ പോലെ. അപ്പോൾ ഈ കണ്ണനെ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ കണ്ണൻ ഇറച്ചിക്ക് വേണ്ടി ഒരു ചന്തയിൽ നിൽക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ തൻ്റെ മകളുടെ വിവാഹ കാര്യങ്ങൾക്കുള്ള സാരിയും തുണിത്തരങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് പോയ ആള് കണ്ണനെ ചന്തയിൽ ഇറച്ചി ക്യൂവിൽ നിൽക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ മേലാതെ തിരിച്ചു കൊണ്ടുവരികയാണ്. തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ എടുത്ത് കണ്ണനെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു കുറ്റബോധത്തോടെ ഇരിക്കുന്ന ആ ഔസേപ്പ് ചേട്ടൻ എന്ന് പറയുന്നത് മൃഗസ്നേഹത്തിൻ്റെ ആളാണെന്നൊക്കെ നമ്മുടെ മനുഷ്യരുടെ കണ്ണുകൊണ്ട് വായിച്ച് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളോട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നുണ്ട്: നിന്നെപ്പോലെ തന്നെയാണ് എനിക്ക് അവനും. മൃഗസ്നേഹമല്ല, തൻ്റെ മക്കളെ പോലെയാണ് കണ്ണൻ എന്നുള്ള ആ ഒരു സ്നേഹം. എന്നാൽ കണ്ണൻ അതിലും സ്നേഹമായിരുന്നു അദ്ദേഹത്തോട്. അതുകൊണ്ടാവണം പിറ്റേ ദിവസം രാവിലെ കണ്ണൻ അവിടെ ചത്ത് കിടക്കുകയാണ്. അങ്ങനെ ആ ചത്ത് കിടക്കുന്ന കണ്ണനെ ചെന്നിട്ട് അവന് ഈ വഴക്ക് തന്നെ ചൊല്ലി വീട്ടിലുള്ള വഴക്ക് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പുലരുന്നതിന് മുമ്പ് പോയ കണ്ണൻ പോയി കഴിയുമ്പോഴാണ് ശബ്ദിക്കുന്ന കലപ്പ, കലപ്പയുടെ അപ്പുറത്തിരുന്ന് പല്ലി ചിലയ്ക്കുന്നത്. അപ്പം സമ്പത്ത് വേണോ അതോ കൃഷി വേണോ അതോ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണോ, ഇതിലെന്ത് നടക്കണം എന്നുള്ള ആ ഒരു സംഘട്ടനത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ച പല്ലി ചിലയ്ക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛനൊക്കെ വളരെയധികം അറിയാവുന്ന, ഇവിടെ ഇരിക്കുന്ന സദസ്സിലെ പലരും കൃഷിക്കാരായിട്ടുള്ളവരായിരിക്കാം. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് മഴയൊക്കെ വരുന്ന സമയത്ത് അവരുടെ ഇതിനെന്ത് നഷ്ടമാണ് ഉണ്ടാവുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ അച്ഛനെ വളരെ തമാശയ്ക്ക് ചിരിച്ചിട്ട് പറയാം, അച്ഛൻ OTT പ്ലാറ്റ്ഫോമിൽ വാഴ എന്നൊരു സിനിമയുണ്ട്, അച്ഛൻ കാണണം എന്ന് പറയും. അപ്പോൾ അച്ഛൻ നിറഞ്ഞ കണ്ണുകളോടെ, ഞാൻ നാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ നിന്റെ തലയിൽ വീണു പോകുന്നുള്ള അത്ര സങ്കടത്തോടെ പറയാറുണ്ട്. കൊലച്ചു തുടങ്ങിയ വാഴ പോലും താഴെ വീണ് കിടക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ അച്ഛനൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷി നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു സമൂഹത്തിൽ, ഇപ്പം നമ്മൾ പറഞ്ഞ ഔസേപ്പ് ചേട്ടനിലും ആ വാഴവെട്ടിലെ മാർക്കോസ് ചേട്ടനും ഒക്കെ നേരിടുന്നത്. അപ്പോൾ ആ വാഴവെട്ടിലെ മാർക്കോസ് ചേട്ടനാണ് വാഴയ്ക്ക് അസുഖം വരുമ്പോൾ ഇത് വെട്ടിക്കൊണ്ടു പോകാനായിട്ട് വരുന്ന ആളുകളെ ഭയക്കുന്നത്. അപ്പോൾ വാഴയ്ക്ക് അസുഖം വരുമ്പോൾ ഇത് വെട്ടിക്കൊണ്ട് വരുന്ന ആളുകളോട് മാർക്കോസ് ചേട്ടൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്നാൽ മണ്ണിൽ നിന്നൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മണ്ണിനെ ഇല്ലാതാക്കി കളയൂ. ശരി, വാഴയിൽ നിന്നൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വാഴ തീർക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലാവുകയാണ് ഈ കണ്ണനെ മാത്രമല്ല, ഒരു മൃഗത്തെ മാത്രമല്ല, സസ്യങ്ങളെ പോലും സ്വന്തം മക്കളായി കരുതിയ ഒരു വലിയ മഹാനുഭാവനാണ് പൊൻകുന്നം വർക്കി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഈ മാർക്കോസ് ചേട്ടൻ്റെ കഥയിലേക്ക് അവസാനം എത്തുമ്പോഴേക്കും മാർക്കോസ് ചേട്ടൻ ആശുപത്രിയിലാവും. ആ സമയമാണ് ഈ മകൾ റാഹേൽ വളരെ വിഷമിച്ച് കരയുകയാണ് ഈ വാഴയെല്ലാം വെട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത്. അങ്ങനെ വാഴയെല്ലാം വെട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് എന്നാൽ എൻ്റെ അപ്പനെ കൂടി വെട്ടിക്കൊണ്ട് പോകായിരുന്നില്ലേ, കാരണം രോഗമുള്ളവർ. അപ്പം മാർക്കോസ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, ഈ വാഴയ്ക്ക് ആശുപത്രികളായിക്കൂടെ,
മനുഷ്യർക്ക് ആശുപത്രിയില്ലേ, രോഗമുള്ളവരെ വെട്ടിക്കളയാണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അവസാനം ഈ കഥയുടെ അവസാനം എത്തുമ്പോൾ ഏറ്റവും ഹൃദയഭേദകമായ അവസ്ഥയിലൂടെ തൻ്റെ ധമനികളാണ് വാഴയിൽ ഓടിക്കൊണ്ടിരുന്നതെന്ന് മനസ്സിലായ ആ മനുഷ്യൻ്റെ മകൾ സമൂഹത്തോട് ചോദിക്കുകയാണ്, എന്നാൽ എൻ്റെ അപ്പനെ കൂടി കൊണ്ടു, പുള്ളി ആശുപത്രിയിലാണ്. അപ്പോൾ വാഴ എന്നുള്ളത് മനുഷ്യനെ പോലെ ആയിരുന്നു, അല്ലെങ്കിൽ കണ്ണൻ എന്ന കാള ഒരു മനുഷ്യരെ പോലെ ചേർത്ത് വെച്ചതായിരുന്നു. അങ്ങനെ ഒരു നവമാനുഷികത ഉണ്ടാക്കാനായിട്ട് പൊൻകുന്നം വർക്കിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പൊൻകുന്നം വർക്കിയിൽ നിന്ന് പയ്യെ തിരിച്ച് ബഷീറിലേക്ക് പോകും. ബഷീറിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ ആകെ മൊത്തം ഫോണിൽ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ എല്ലാം പ്രിപ്പയറായി ഇവിടെ വന്നിരിക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. അപ്പം എന്നോട് ഇവിടുത്തെ ലൈബ്രറിയനായിട്ടുള്ള ചേച്ചി പറഞ്ഞു, ഒരു കവിത ചൊല്ലണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയ്യോ ഇനിയും പ്രശ്നമല്ലോ, ബഷീർ മറ്റേ പൊൻകുന്നം വർക്കി എഴുതിയ കവിതയൊക്കെ എടുത്തിട്ട് വരണമല്ലോ, അല്ലാതെ വേറൊരു കവിത എങ്ങനെ ചൊല്ലും. അതുകൊണ്ട് ഞാനൊരു കവിതയിലേക്ക് കടക്കുകയാണ്. അപ്പം ഞാൻ ഒരു കവിത തേടിപ്പോയപ്പോൾ എനിക്ക് ബഷീറിനെ പറ്റി വിഷ്ണുനാരായണൻ നമ്പൂതിരി എഴുതിയ ബഷീർ എന്ന ഇമ്മിണി ബല്യ ഒന്ന് എന്നുള്ള കവിത അവതരിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വർത്തമാനത്തിനിടയിൽ നിങ്ങൾക്കൊരു ഇടവേളയും ആവും. അപ്പോൾ ആ കവിതയിലേക്ക് കടക്കുന്നു. ആ കവിതയിൽ നിന്ന് നമുക്ക് പിന്നെ തുടരാം. ബഷീർ എന്ന ഇമ്മിണി ബല്യ ഒന്ന്. അവശൻ കക്കാടിൻ്റെ ദീനശയ്യയിലെന്നാൾ അവിടന്നിരിക്കെ ഞാൻ അർത്ഥിച്ചേൻ, പേരക്കുട്ടിവൾ ഈശ്വര സത്യജ്ഞാനി സൂഫിയാം താങ്കൾ, ഇവളെ നെറുകയിൽ തൊട്ടനുഗ്രഹിച്ചാലും. കുഴിയാനയിൽ ആടിൽ അണ്ടകോടിയിൽ സ്നേഹപ്പൊരുൾ തേടിന കയ്യാൽ താങ്കളെൻ കിടാവിനെ എടുത്തു മടിയിൽ ചേർത്തിരുത്തി വികൃതികൾ ഉറച്ചും കളിച്ചിരിയുതിർത്തും രണ്ടാം ബാല്യം ഇമ്പമായി നുണച്ചിരിക്കുമ്പോൾ ഞാൻ ചൊന്നേൻ, പൈതൽ മുണ്ടിന്മേലഴുക്കാക്കാം കരുതിയിരിക്കുക. ഇമ്പമായി നുണച്ചിരിക്കുമ്പോൾ ഞാൻ ചൊന്നേൻ, പൈതൽ മുണ്ടിന്മേലഴുക്കാക്കാം കരുതിയിരിക്കുക. ഉറക്കച്ചിരിച്ചുകൊണ്ടങ്ങതൻ മറുപടി, മിടുക്കത്തി എൻ മെയ്യിൽ തളിച്ചോളട്ടെ തീർത്ഥം. ഒന്നോടൊന്നു ചേരുമ്പോൾ രണ്ടാകുമെന്നേ ന്യായം, ഹിന്ദുവും മുസൽമാനും ആചരിപ്പതീ ദ്വൈതം. ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും, താങ്കളോരുമീ അദ്വൈതത്താൽ. ഉണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുളവാകും, താങ്കളോരുമീ അദ്വൈതത്താൽ. പുഴയും ചേർന്നാനന്ദക്കടലാകും കല, അങ്ങതൻ കണ്ണിൽ നർമ്മമായി തിളങ്ങുന്നു. പുഴയും ചേർന്നാനന്ദക്കടലാകും കല, അങ്ങതൻ കണ്ണിൽ നർമ്മമായി കലങ്ങുന്നു. കുറച്ചു മുമ്പ് പ്രണയമായി നിർത്തിയ ഒന്നും ഇമ്മിണി ബല്യ ഒന്ന് ഒരു വലിയ അദ്വൈത സിദ്ധാന്തമായിരുന്നു എന്നുള്ള സ്റ്റോപ്പിലേക്കാണ് നമ്മൾ രണ്ടാമത് വന്നു ചേർന്നത്. സുഹറയുടെയും മജീദിൻ്റെയും ഒരു കളിക്കൂട്ടായി സുഹറ അവസാനത്തെ പറഞ്ഞ വാക്കായി നിന്നത്. ആ വാക്കും ചേരുമ്പോഴുള്ള ആ വലിയ വാക്കിൽ, ആ ഒരൊറ്റ വാക്കിലാണ് ഈ ഒറ്റ മരത്തിൻ്റെ തണലെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അദ്വൈത സിദ്ധാന്തത്തിലേക്ക്. ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, കുഴിയാനയിലും ആടിലും അണുവിലുമൊക്കെ ഈശ്വരനെ കണ്ട അങ്ങ്, സൂഫിയായ അങ്ങ് എൻ്റെ കുട്ടിയെ അനുഗ്രഹിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പം അത്ര ഒരു അദ്വൈത ദർശനക്കാരനായി മാറിയ ഒരു സൂഫിയെപ്പോലെ തെളിഞ്ഞു വന്ന തത്വമസിയും അനൽഹക്കും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു വലിയ മനുഷ്യൻ്റെ മുമ്പിലാണ് മലയാള ഭാഷ ഈ വാക്ക് മതിയാവുമോ എന്ന് പറഞ്ഞ് നിന്നപ്പോൾ
അബൂബക്കർ പോയി ചോദിച്ചതാ, ഇതിലെവിടെ ആഖ്യാതം. ബഷീറിനെ വായിച്ചിട്ട് നമ്മൾ ഇവിടെ വ്യാകരണം എവിടെയെന്ന് ചോദിച്ചാൽ ഭാഷ തന്നെ മതിയാവോ ഇദ്ദേഹത്തിന് പറയാനുള്ളത്? ഭാഷയ്ക്ക് തന്നെ സംശയം തോന്നുന്ന അത്ര വിശാലമായ ഉദാത്തമായ അപാരതയുടെ അങ്ങേ അറ്റം അതിര് എന്നൊക്കെ ബഷീർ തന്നെ പറയുന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഈ ഡുങ്കയൊക്കെ കളിച്ച് നമ്മൾ കുളുങ്കൂസ് ഭാഷയിൽ, നാടൻ ഭാഷയിൽ നമ്മളോട് പറഞ്ഞത് വേദാന്തമായിരുന്നല്ലോ, അദ്വൈതമായിരുന്നല്ലോ എന്ന് നമ്മൾ വളരെ വിനയത്തോടെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിൽ ആൺവേശ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. ആൺവേശ്യ എന്നുള്ള ഭാഗത്ത് ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിക്കുന്ന ഒരു പേരാണ്. ആണുങ്ങൾക്കും വേശ്യകളാവേണ്ടി വരുന്ന അവസ്ഥ ഇവിടെയുണ്ട്. അതായത് വേശ്യ എന്നുള്ളത് സ്ത്രീകൾക്കുള്ള ഒരു അവസ്ഥയായിട്ട് പറയുന്ന എല്ലാവരോടുമായിട്ട് ആൺവേശ്യ എന്നുള്ളൊരു സങ്കല്പത്തെ പറ്റി അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സ് അനുഭവിക്കുന്ന സങ്കടങ്ങളെ പറ്റിയും പറഞ്ഞു വെച്ചിട്ടാണ് മറ്റൊരു കാലത്തിൻ്റെ നായകൻ പോയത് എന്നാണ്. പക്ഷേ നമ്മളിവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യുമെന്നും അവരുടെ നീതിക്ക് വേണ്ടി നമ്മൾ ഒത്തുചേരുമെന്നും ഒന്നും വിചാരിച്ചിട്ടല്ല അന്ന് എഴുതി വെച്ചത്. മൂത്രമൊഴിക്കാൻ തോന്നും സമുദ്രം പോലെ, പക്ഷെ അതിലൊറ്റ തുള്ളി പോലും പോവില്ല എന്ന് ആ ഒരു ആൺവേശ്യ ശബ്ദങ്ങളിലെ കഥാപാത്രത്തോട് പറയുന്നുണ്ട്. ഈ ഒരു സങ്കടം, അതായത് ലൈംഗിക തൊഴിലാളിയായിട്ട് പോകുന്ന ഒരാണിൻ്റെ സങ്കടം ഇയാളോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ബഷീർ പണ്ടേ ഈ സീൻ വിട്ടതാ, നമ്മൾ ട്രോൾ ഭാഷയിൽ പറഞ്ഞാൽ ബഷീർ ഇത് പണ്ടേ ഇതൊക്കെ കണ്ടതാ എന്നുള്ള രീതിയിൽ മാനുഷികമായി തന്നെ പലപ്പോഴും പഴയ കൃതികളിൽ ആണും പെണ്ണും കെട്ടവർ എന്നൊക്കെ എഴുതിപ്പോവും. നല്ല ഉദാത്തരായ കവികളും കവയത്രികളും ഒക്കെ കെട്ടവർ എന്നൊക്കെ എഴുതുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. അവരറിഞ്ഞില്ലല്ലോ, ഇവർ മനുഷ്യരാണെന്നുള്ള ഒരു കാലം ചർച്ച ചെയ്യുന്നല്ലോ എന്നൊക്കെ ഓർക്കും. പക്ഷെ ബഷീറിന് ഇത് നേരത്തെ അറിയാം. കാരണം ഇദ്ദേഹം പണ്ടേ ഉള്ള ആളും ഭാവിയിലുള്ള ഒരാളുമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട ഈ കാലഘട്ടം ഇതാണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം, ഇത് പറയണം, ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അതറിയാം. കൃത്യമായിട്ട് കൊണ്ടുവയ്ക്കുന്ന ബഷീർ എന്നുള്ള സൈദ്ധാന്തിക മനുഷ്യനെ ഈ നാടൻ ഭാഷയിലൂടെ നമ്മളെ അദ്വൈതം പഠിപ്പിച്ച ആളെ കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ സെക്യുലറിസവും ഈ പറഞ്ഞ സൈദ്ധാന്തികതയും മാനവികതയും ഒന്നും പേരിട്ട് ലേബൽ ചെയ്ത് എഴുതി വെച്ചിട്ടായിരിക്കില്ല ബഷീർ മുന്നോട്ട് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ബഷീർ നമുക്ക് തന്നിട്ടുണ്ടാവുക. എന്തിനധികം മതിലുകളിൽ ചോദിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ, ഒരു ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, എന്തിനാണ് സ്വാതന്ത്ര്യം? എനിക്ക് സ്വാതന്ത്ര്യം വേണ്ടഹേ എന്ന് പറയുന്ന ഒരു മനസ്സിലേക്ക് ബഷീർ എത്തുമ്പോൾ, ഈ ലോകം മുഴുവൻ മതിലുകളാണ്, എനിക്ക് ലോകത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങണ്ട, എനിക്ക് ജയിലായാലും വീടായാലും ഒക്കെ എനിക്ക് അവിടെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനാകും എന്നുള്ള ബഷീർ. എന്നാൽ അതേസമയം പൊൻകുന്നവർക്കിയാവട്ടെ, ഏതു മണ്ണായിക്കോട്ടെ ഞാൻ അവിടെ വിളയിക്കും എന്നുള്ള ഒരു കർഷക ഹൃദയത്തോടു കൂടി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഗസറ്റ് എന്ന് പറയുമ്പോൾ അതെന്ത് ചേമ്പാണ് എന്ന് ചോദിക്കുന്ന കർഷകനായിട്ട്, പച്ച പിടിച്ചല്ലെങ്കിൽ മണ്ണെല്ലാം കളയണോ എന്ന് ചോദിക്കുന്നത് പോലെ, പൗലോസിനെയും റാഹേലിനെയും പോലെയാണ് എനിക്ക് വാഴകളും എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ വാഴയ്ക്ക് രണ്ടർത്ഥമുണ്ട്. എന്നാലും നിങ്ങൾ മക്കളായിട്ടുള്ള വാഴകളെ പോലെ തന്നെയാണ് എനിക്ക് പറമ്പിൽ നിൽക്കുന്ന വാഴയും എന്ന് ആ സീനും വിട്ടു. പണ്ടേ പൊൻകുന്നം വർക്കിയും അത് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. മാമ്പൂ അധരം വിടർത്തും ചന്ദ്രന്റെ ചതി അതിനെ താഴെ വീഴ്ത്തും എന്നൊക്കെ പറയുന്നിടത്ത് വാഴയുടെ നഷ്ടമൊക്കെ വളരെ സാഹസികമായിട്ട്, എന്നിട്ട് വാഴപ്പിണ്ടികൾ പിറ്റേന്നാവുമ്പോൾ മാർക്കോസ് ചേട്ടനോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, അല്ലയോ കർഷക, ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു, നിങ്ങളെ മറ്റെപ്പോഴെങ്കിലും കാണാം, നമസ്കാരം എന്നുള്ളത്. എൻ്റെ മുമ്പിലിരിക്കുന്ന വാഴ കർഷകനായ അച്ഛനെ പോലും സമാധാനിപ്പിക്കുന്ന, കുലച്ച വാഴകളെല്ലാം പറഞ്ഞിട്ട് പോകുന്നത് പോലെ ആ പറഞ്ഞ വാക്കുകളെല്ലാം ഈ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഉള്ളിലും ഇക്കാലത്തും അവർക്കൊരു തിരിച്ചറിവ് ആയിട്ട് മാറുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമായിട്ട്, ശക്തി എരിഞ്ഞടങ്ങിയ ബാറ്ററി പോലെയുള്ള കർഷകനെ പൊൻകുന്നം വർക്കി പറഞ്ഞു വെക്കുമ്പോൾ മനുഷ്യനെ ഏത് നിലയിലും ഏത് കാലഘട്ടത്തിലും ഏതു വയസ്സിലും എങ്ങനെയായി കാണണമെന്ന് പറഞ്ഞു തരുന്ന നമ്മുടെ ബഷീറും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് പുസ്തകം വായിക്കാൻ മാത്രമല്ല. ഒരുപക്ഷെ പി എൻ പണിക്കർ മുത്തശ്ശൻ ഇവിടെ പറഞ്ഞ പോലെ വായന, ഈ ഒരു ആഴ്ച, ഈ ഒരു മാസം എല്ലാവരും നിങ്ങളോട് ഒരു പുസ്തകം വായിക്കണം. പുസ്തകം വായിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണെന്ന് പറയാം. അപ്പോൾ ഈ പുസ്തകം വായിക്കുന്നതിൽ മാത്രമല്ല, മനുഷ്യനെ വായിക്കുന്നിടത്ത് കൂടിയാണ്, മനുഷ്യരെ ഇനി വരാൻ പോകുന്ന കാലത്തെ മനുഷ്യരെ കൂടി വായിക്കുന്നിടത്താണ് എന്ന് ബഷീറൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം മനുഷ്യരെ വായിക്കാനുള്ള ശേഷി, അതിൻ്റെ അർത്ഥം പുസ്തകം വായിക്കേണ്ട എന്നല്ല. കാരണം മനുഷ്യരെ വായിക്കാനുള്ള ശേഷി കിട്ടണമെങ്കിൽ പുസ്തകങ്ങളുടെ ലിപി അറിയണം. അങ്ങനെ ഈ പറഞ്ഞ ഇവിടെ മുമ്പിലിരുന്ന ആൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് എണീറ്റ് പോയതുപോലെ പല്ലിയുടെ ചില എന്താണെന്ന് വെച്ചപ്പം എന്ന് പറഞ്ഞ പോലെ ലിപി ഇല്ലാത്ത ചില ഭാഷകളുടേത് കൂടിയാണ് നമ്മുടെ ലോകം. അതുകൊണ്ട് ആ ലിപി ഇല്ലാത്ത ഭാഷകൾ മനസ്സിലാക്കാൻ നമുക്കാവണമെന്നുള്ളതാണ്. ഏതാണ്ട് ഞാൻ തയ്യാറെടുത്ത് എല്ലാം തീർന്നു എന്ന് തോന്നുന്നു. ഞാൻ
ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടുമ്പോൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പ്രിപ്പയർ ചെയ്തതൊക്കെ കഴിഞ്ഞു. ഇനി പ്രിപ്പയർ ചെയ്ത് വരാത്ത ഒരു സംഗതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് പറഞ്ഞു നിർത്തുക എന്നുള്ളതാണ്. ഇവരെ ഒരുമിച്ച് പറഞ്ഞു നിർത്തുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ രണ്ട് തലത്തിലുള്ള പറഞ്ഞ പോലെ പ്ലേസിന് പകരം സ്പേസ് ആക്കി മാറ്റിയ, സ്ഥലത്തിന് പകരം ഇടമാക്കി മാറ്റിയ, മണ്ണിനെ അറിഞ്ഞ, പ്രപഞ്ചത്തിൻ്റെ മണ്ണിനെ പോലും അറിഞ്ഞ. കാരണം ഭൂമിയുടെ അവകാശികളിലൊക്കെ കോസ്മോപൊളിറ്റൻ തരി എന്നാണ് ബഷീർ പറഞ്ഞു വരുന്നത്. അതായത് മൺതരി എന്ന് പറഞ്ഞാൽ പോരാ ബഷീറിന്. ബഷീറിൻ്റെ ലോകം എന്നുള്ളത് ക്ഷീരവധവും അപ്പുറവും ഒക്കെ കടന്നിട്ടില്ല. പുള്ളി മറ്റേ തെങ്ങുംതോപ്പിൻ്റെ അളവെടുത്ത ഏക്കറിലൊന്നും നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബഷീറിന് കോസ്മോപൊളിറ്റൻ സിറ്റികളൊക്കെ നമുക്ക് പറയാം. അതിനപ്പുറത്തുള്ള ഒരു തരംഗങ്ങളെയും തരികളെയും പോലും തിരിച്ചറിയുന്ന ബഷീറും ഇപ്പുറത്തിതാ ഞാനിതാ പച്ച മണ്ണിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞ വിയർപ്പിറ്റുന്ന കർഷകനായി നിൽക്കുന്ന പൊൻകുന്നം വർക്കിയും നമ്മുടെ എല്ലാം മനസ്സിൽ ഇങ്ങനെ ചേർത്ത് നിൽക്കുമ്പോൾ ഞാൻ മനുഷ്യരായി പിറന്നത് മനുഷ്യൻ എന്നുള്ള ഇതിൽ പോലും നമുക്ക് പറഞ്ഞു വയ്ക്കാം. നമ്മൾ മനുഷ്യരായി പിറന്നത് എന്തൊക്കെയോ ചെയ്യാനായിട്ടാണ് എന്നുള്ള ബോധ്യം നമ്മൾക്ക് തരുന്ന, ഇവിടെ നിന്ന് പറന്നു പോകുന്ന വിജയി പക്ഷികൾക്കെല്ലാം അവർക്ക് തിരിച്ചു വരേണ്ടുന്ന ഇടത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഭണ്ഡാകാരം എന്നുള്ളത്, അതിൻ്റെ ശബ്ദകോശം എന്നുള്ളത്, അതിനു വേണ്ടിയുള്ള എല്ലാ ടൂൾ ബോക്സ്, പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ടൂൾ ബോക്സ് എന്നുള്ളത് ഈ ബഷീറിലും പൊൻകുന്നം വർക്കിയിലും തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവരെ നമുക്ക് മുറുക്കെ പിടിക്കാം. ഇവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ളത് മാത്രമല്ല, നമ്മളുടേതായ ഈ പറഞ്ഞതുപോലെ ആർക്കാണ് ഈ നിലാവ് ഉദിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ തലയിൽ ഉദിക്കുന്ന ഒരു സാധാരണ നിലാവിലും അക്ഷരത്തെ കാണുക, ആ ഒരു അദ്വൈതത്തെ കാണുക. അപ്പോഴും നമ്മൾ വിയർപ്പിറ്റുന്ന, മൂത്രമൊഴിക്കാൻ മുട്ടുന്ന അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന, അവരുടെ വിയർപ്പിൻ്റെ മണത്തിനെ പോലും തിരിച്ചറിയുന്ന, ചില മനുഷ്യരുടെ ഓർമ്മ പോലും വിയർപ്പായി സൂക്ഷിച്ചു വെക്കുന്ന സാധാരണ മനുഷ്യരാണ് എന്നോർക്കുക. അങ്ങനെ ആ ഒരു വലിയ അപാരതയിൽ, അതായത് 0 മുതൽ പൂർണ്ണം വരെ നമ്മൾ എത്തിച്ചേരുന്ന അപാരതയിൽ, ആ ഒരു സ്കെയിലിൽ, ആ സ്പെക്ട്രത്തിൽ ഈ മഴവില്ലിനെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ തരംഗങ്ങൾ pH മൂല്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ കെമിസ്ട്രിയിലെ സ്കെയിലുകൾ എടുക്കുന്നത് പോലെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാവുന്ന ഇവരുടെ അളവുകോലുകൾ ശരിക്കും ഈ പുതിയ ലോകത്തിൻ്റെ അളവുകോലല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കവരെ ചേർത്ത് പിടിക്കാം. നമുക്ക് ഈ കണക്കും വേണം, ഒന്നും ഇമ്മിണി വലിയ ഒന്നാണെന്ന കണക്കും. അപ്പോൾ ഇതൊരു തെറ്റായ കണക്കല്ല, അതൊരു വേറൊരു സ്പെക്ട്രമാണ്, അത് വേറൊരു ബേസിൽ യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ ബഷീർ യൂണിവേഴ്സാണ്, അത് മറ്റൊരു യൂണിവേഴ്സാണ്, അവിടുത്തെ കണക്ക് വേറെയാണ്. അതുകൊണ്ട് ഇത് തെറ്റായ കണക്കല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. നന്ദി. പൊൻകുന്നം വർക്കി സാറിനെ കുറിച്ച് കവി പി മധു എഴുതിയ കവിതയാണ് ഞങ്ങളുടെ എഴുത്തപ്പൻ. വർക്കി സാർ അഗ്നിപർവ്വതങ്ങളെ ചുമന്നു മാറ്റി. ഞങ്ങളുടെ പൊൻകുന്നം നിരപ്പും തിളക്കവുമുള്ള ഇടമാക്കി ഭൂപടത്തിൽ തിരുത്തി വരച്ചു. അദ്ദേഹം അസൽ മനുഷ്യനായിരുന്നു. വെറുപ്പിൽ ഉണങ്ങിക്കിടന്ന മലഞ്ചെരുവിൽ അറിവിന്റെയും സ്നേഹത്തിന്റെയും പള്ളി പണിത കത്തനാർ. പച്ചപ്പ് നട്ടുണർത്തിയ പാവം കർഷകൻ. ജീവിക്കേണ്ടതുപോലെ ജീവിച്ച് മരിക്കേണ്ടതുപോലെ മരിച്ച നല്ല അയലാളൻ. ഞങ്ങൾ കിരീടം ചൂടിക്കാണാൻ മുൾമുടി ചൂടിയ ഞങ്ങളുടെ എഴുത്തപ്പൻ.